റിപ്പോർട്ട് ബ്രേക്കിംഗ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂരിൽ കരുത്തരെ കളത്തിലിറക്കാൻ CPI. പറവൂരിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിലെ സിറ്റിംഗ് MLA-മാരെയാണ് പരിഗണിക്കുന്നത്. PR സുനിൽകുമാർ, ET ടൈസൺ എന്നിവർക്കാണ് പ്രഥമ പരിഗണന. കൊടുങ്ങല്ലൂരിലേക്ക് ടൈസണിനെ പരിഗണിച്ചാൽ VR സുനിൽകുമാർ പറവൂരിലെത്തും. മുതിർന്ന നേതാവ് KK വത്സരാജിന് CPIയുടെ സുരക്ഷിത മണ്ഡലമായ കയ്പമംഗലം നൽകിയേക്കും. VS സുനിൽകുമാർ പറവൂരിൽ മത്സരിച്ചേക്കില്ല. ലേബി സെന്ദ്രനുമായി ലേബി, നേരത്തെ VS സുനിൽകുമാറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. CPI എന്തായാലും പറവൂർ വിട്ടുകൊടുക്കില്ല CPM-ന് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് കൂടുതൽ സാധ്യത? ഒരു ശക്തമായ പോരാട്ടം തന്നെ പറവൂരിൽ ആഗ്രഹിക്കുകയാണ് LDF. സ്മൃതി, തീർച്ചയായും പറവൂരിനെ സംബന്ധിച്ചിടത്തോളം 2001 മുതൽ ഇങ്ങോട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പടയോട്ടം നടത്തുന്ന ഒരു മണ്ഡലമാണ് പറവൂർ നിയോജക മണ്ഡലം. പറവൂർ മണ്ഡലത്തെക്കുറിച്ച് വൈകാരികതയുടെ ഒരു തലമാണ് CPI ഉയർത്തുന്നത്. ഈ മണ്ഡലം വച്ചുമാറാനൊക്കെ CPM ആഗ്രഹിച്ചാലും CPI ഇത് വിട്ടു നൽകാത്തതിന്റെ കാരണം അതാണ്. എന്നാൽ 2001 മുതൽ ഇങ്ങോട്ട് ഒരു ഘട്ടത്തിലും കാര്യമായ മത്സരം പോലും നടത്താൻ CPIക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പന്ന്യൻ രവീന്ദ്രനെ അടക്കമുള്ളവരെ മാറ്റി പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണയാകട്ടെ ഭൂരിപക്ഷം 21,000-ന് മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കരുത്തരെ ആരെയെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ CPI ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് VS സുനിൽകുമാറിന്റെ പേര് ജില്ലാ കമ്മിറ്റി തന്നെ സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്, ചോദിച്ചത്. ആ സമയത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി, 3 തവണ മത്സരിച്ചവർക്ക് ഇത്തവണ ഇളവുണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ VS സുനിൽകുമാർ മത്സരരംഗത്തുണ്ടാകില്ല. ആ സാഹചര്യം വരികയാണെങ്കിൽ തൊട്ടടുത്ത CPIയുടെ മണ്ഡലങ്ങളായ കയ്പമംഗലം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, 2 മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് MLA-മാരെ ഇങ്ങോട്ട് മാറ്റി പരീക്ഷണത്തിനാണ് ഇപ്പോൾ CPI ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ പറവൂരിൽ നല്ല മത്സരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. ഇതിൽ സാമുദായിക പരിഗണനകൾ കൂടി ഇവിടെ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം VR സുനിൽകുമാർ വരികയാണെങ്കിൽ ഈഴവ മജോറിറ്റി സ്ഥലമാണ് പറവൂർ. ഇവിടെ ഈഴവ സ്ഥാനാർത്ഥി കൂടിയായ ഒരാളെ പരീക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വോട്ടുകൾ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് CPI കരുതുന്നു. അതുമാത്രമല്ല, CPIയുടെ ഒരു ജനകീയ മുഖമാണ്. കൊടുങ്ങല്ലൂരിൽ വളരെ ജനകീയ മുഖമായി നിൽക്കുന്നു. വലിയ മുന്നേറ്റം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആളാണ്. 2016-ലും 2021-ലും നല്ല മത്സരം കാഴ്ചവെച്ച വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല മുഖമാണെന്ന് CPI കരുതുന്നു. അത് മറ്റൊന്ന് കയ്പമംഗലം MLA ടൈസൺ മാസ്റ്ററാണ്. ടൈസൺ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിലും 2011-ൽ VS സുനിൽകുമാറിൽ നിന്ന് VS സുനിൽകുമാർ 2011-ൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന് ഇരട്ടിയിലധികം ആക്കി അത് വർദ്ധിപ്പിക്കാൻ 30,000-ൽ 33,000-ലേക്ക് ഭൂരിപക്ഷം ഉയർത്താൻ 2016-ൽ സാധിച്ചു. കഴിഞ്ഞ തവണയാകട്ടെ 23,000-ലേക്കും ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. അത്തരത്തിൽ 2011-ലും 2016-ലും 2021-ലും കയ്പമംഗലത്ത് വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചു നിൽക്കുന്ന ആളാണ് ടൈസൺ മാസ്റ്റർ. ടൈസൺ അത് മാത്രമല്ല, കയ്പമംഗലം മണ്ഡലത്തിലേക്ക് KK വത്സരാജ്, അവരുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായ KK വത്സരാജിനെ പരിഗണിക്കുന്നുണ്ട് എന്നും കേൾക്കുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കയ്പമംഗലത്ത് നിന്ന് ഇദ്ദേഹത്തിന് മാറേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ കൊടുങ്ങല്ലൂരേക്ക് മാറ്റും. അങ്ങനെയാണെങ്കിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VR സുനിൽകുമാറിനെ പരിഗണിക്കുക. അതല്ലെങ്കിൽ ടൈസൺ മാസ്റ്ററെ നേരിട്ട് പറവൂരിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയും നടക്കുന്നത്. CPIയുടെ സാധ്യതകളാണ് ഇപ്പോൾ ലിബി നൽകിയത്.